So this is the third video of first module. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് thermal power plant ആണ്. അപ്പോൾ thermal power plant എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം thermal energy. Thermal means heat. Okay, heat energy stored within the fossil fuel is transferred into electrical energy. അപ്പോൾ using various power stations. അപ്പോൾ ഹീറ്റ് എനർജിനെയാണ് ഇവിടെ നമ്മൾ എന്താക്കുന്നത് electrical energy ആക്കുന്നത് and that heat energy is stored in different fossil fuels. ഇപ്പോൾ fossil fuels നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കോൾ അല്ലെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ thermal energy ഉണ്ടാക്കുന്നത് and depending upon the fuel and the prime mover use നമുക്ക് പവർ പ്ലാന്റിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം ലൈക്ക് സ്റ്റീം പവർ പ്ലാന്റ് ഉണ്ട്, ഡീസൽ പവർ പ്ലാന്റ് ഉണ്ട്, ഗ്യാസ് ടർബൈൻ പവർ പ്ലാന്റ് ഉണ്ട്. ഇപ്പോൾ സ്റ്റീം പവർ പ്ലാന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടർബൈൻ എന്ന് പറഞ്ഞാൽ സ്റ്റീം ടർബൈൻ ആണ്. ഇപ്പോൾ ഡീസൽ പവർ പ്ലാന്റിലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്റേണൽ കമ്പഷൻ എഞ്ചിനാണ്. ഇനി ഗ്യാസ് അല്ലെങ്കിൽ ഗ്യാസ് ടർബൈനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ടർബൈന് എന്ന് പറഞ്ഞാൽ ഗ്യാസ് ടർബൈനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഫ്യൂവൽ ഓരോന്നിനും മാറും. ഫോർ എക്സാമ്പിൾ സ്റ്റീം പവർ പ്ലാന്റിൽ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ കോള് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്കത് ഓയിൽ അല്ലെങ്കിൽ ഗ്യാസ് ആയി യൂസ് ചെയ്യാം. ഡീസൽ പവർ പ്ലാന്റിൽ നിങ്ങൾക്ക് അറിയാം, ദ നെയിം സജസ്റ്റ് ദ ഫ്യൂവൽ യൂസ്ഡ് വിൽ ബി ഡീസൽ. അതുപോലെ ഗ്യാസ് ടർബൈൻ ആണെങ്കിൽ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, നമ്മൾ ഈ ഓയിൽ അല്ലെങ്കിൽ ഗ്യാസ് ആയിരിക്കും നമ്മുടെ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്യൂവലും അതുപോലെ തന്നെ ടർബൈൻ യൂസ്ഡ് വെച്ചിട്ടാണ് ഈ 3 പവർ പ്ലാന്റ് ആയിട്ട് പറയുന്നത്. ഇതിൽ 3 ഉണ്ടെങ്കിലും നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ളത് തെർമൽ സ്റ്റീം പവർ പ്ലാന്റ്. അപ്പോൾ അതാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കതിൻ്റെ സ്കീമാറ്റിക് ലേഔട്ട് ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ സ്കീമാറ്റിക് ലേഔട്ട്. അത് കണ്ടിട്ട് നമ്മൾ ടെൻഷൻ ആവണ്ട, ഇത് ശരിക്കും ഇങ്ങനെ കാണുന്ന പോലെ അല്ല, ഇറ്റ്സ് വെരി ഈസി. നമ്മുടെ ആ ലൈൻ ഓഫ് ആക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ അത് കാണാതെ നമുക്ക് ഒറ്റയടിക്ക് വരയ്ക്കാൻ പറ്റും. ഇതൊന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ശേഷം ഇതൊന്ന് 2 പ്രാവശ്യം പേപ്പറിൽ വരച്ച് പഠിക്കാം. കാര്യം ഇതൊക്കെ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്കറിയാം സ്റ്റീം പവർ പ്ലാന്റിൽ നമ്മൾ സ്റ്റീം എഞ്ചിനാണ്, സ്റ്റീം ടർബൈൻ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്യൂവൽ യൂസ് ചെയ്യുന്ന ഇറ്റ് ക്യാൻ ബി either കോൾ ആവാം അല്ലെങ്കിൽ പിന്നെ ഓയിൽ ഗ്യാസ് ആവാം. നമുക്ക് കോൾ വെച്ചിട്ട് ഉള്ള രീതിയിൽ നോക്കാം. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് തന്നെ നമുക്കിവിടെ ഒരു കോൾ സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഒരു ബ്ലോക്ക് ഉണ്ട്. ഈ കോൾ സ്റ്റോറേജ് എന്ന് പറഞ്ഞപ്പോൾ ഈ മൈൻസ് എന്നൊക്കെ നമുക്ക് കോള് നമ്മൾ കുഴിച്ചെടുത്തിട്ട് അത് കോൾ സ്റ്റോറേജിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി നമുക്കറിയാം അത് വലിയ വലിയ പീസസ് ആയിരിക്കും, ബൾക്ക് പീസസ് ആയിരിക്കും. അത് നേരെ നമുക്ക് ബോയിലറിലോട്ട് ഇടാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു കോൾ ഹാൻഡ്ലിംഗ് പ്ലാൻ ഉണ്ടാക്കും. കോൾ ഹാൻഡ്ലിംഗ് പ്ലാനിൽ ബേസിക്കലി എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ മൈൻസ് എന്നുള്ള കോള് ക്രഷ് ചെയ്ത് അതിനെ പൾവറൈസ് ചെയ്യും. പൾവറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് വലിയ ബൾക്ക് കോൾ എന്താവും, ചെറുതാവും ക്രഷ് ചെയ്ത് കഴിയുമ്പോഴത്തേന്. അപ്പോൾ അതിൻ്റെ സർഫസ് ഏരിയ കൂടും. അപ്പോൾ ആ സർഫസ് ഏരിയ കൂടുമ്പോഴത്തേന് നമുക്ക് അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും, ചെറിയ പീസസ് ആക്കി കിട്ടും. ഇപ്പോൾ പെട്ടെന്ന് ഹീറ്റിംഗ് ഒക്കെ നടക്കും. അപ്പോൾ ആ സംഭവമാണ് നമ്മൾ കോൾ ഹാൻഡ്ലിംഗ് പ്ലാന്റിൽ നടക്കുന്നത്. കോൾ ഈസ് ബീങ് പ്രോസസ്ഡ്. അങ്ങനെ കോൾ ഹാൻഡ്ലിംഗ് പ്ലാനിന് നമ്മൾ കൺവെയർ വഴിയോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് നമ്മൾ ബോയിലറിലോട്ട് നമ്മളുടെ കോള് പോവും, ഈ ക്രഷ്ഡ് കോള് പോവും. ഈ ബോയിലർ എന്ന് പറയുന്നത് എന്താണ്, ശരിക്കും ഇറ്റ്സ് എ ക്ലോസ്ഡ് വെസൽ, എൻക്ലോസ്ഡ് വെസലാണ്. ആ ബോയിലറിന് പേര് തന്നെ പറയുമ്പോൾ നിങ്ങൾക്കുള്ള വെള്ളം ചൂടാക്കുകയാണ് അവിടെ പ്രോസസ്സ് നടക്കുന്നത്. വാട്ടർ ഇസ് ബീങ് ഹീറ്റഡ്. എന്തിനാണ് ഹീറ്റ് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് സ്റ്റീം. കാര്യം ആ ഹൈ പ്രഷറുള്ള സ്റ്റീമാണ് നമുക്ക് ആവശ്യം. എന്തിൽക്ക് ആവശ്യം? നമുക്കിവിടെ സ്റ്റീം ടർബൈന് ആവശ്യം. അപ്പം നമ്മൾ ഇത്രയാണ് പറഞ്ഞത്. കോൾ സ്റ്റോറേജിൽ നിന്ന് നമ്മൾ പ്രോസസ്സ് ചെയ്ത കോൾ ഹാൻഡ്ലിംഗ് പ്ലാനിൽ പ്രോസസ്സ് ചെയ്യുന്നു, അത് ബോയിലറിലോട്ട് എത്തുന്നു. അപ്പോൾ കോള് ബോയിലറിൽ എത്തി. ഓക്കെ, ഇനി നമുക്കിവിടെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ കോള് എന്ന് പറഞ്ഞ ഫ്യൂവൽ എത്തി. ബാക്കി എന്തൊക്കെ അവിടെ വേണം? നമുക്ക് ഓക്സിജൻ വേണം അല്ലേ, കത്താൻ വേണ്ടിയിട്ട് ഓക്സിജൻ വേണം. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഇത് കത്തിക്കഴിയുമ്പോഴത്തേന് ഇഗ്നീഷ്യൻ വന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് സ്റ്റീം പുറത്ത് വരണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വാട്ടർ സർക്കുലേറ്റ് ചെയ്യണം. അപ്പം ഇനി അടുത്തത് വരേണ്ടത് എന്തൊക്കെ സാധനങ്ങളാണ്? യു ഷുഡ് ഹാവ് എയർ സപ്ലൈ ആൻഡ് നെക്സ്റ്റ് യു ഷുഡ് ഹാവ് വാട്ടർ സപ്ലൈ. അപ്പോൾ ആ സംഭവം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി നോക്കൂ, ഇവിടെ ഈ വരുന്ന സാധനം ഫോർ എക്സാമ്പിൾ ഇവിടുന്നാണ് നമ്മളുടെ എയർ വരുന്നത്. കണ്ടോ, എയർ പ്രീ ഹീറ്ററിനാണ് നമ്മളെ ബോയിലർക്കുള്ള എയർ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്താ വേണ്ടത്? വെള്ളം വേണം. അപ്പോൾ വെള്ളം കണ്ടൻസറിൽ വെള്ളം എങ്ങനെ എത്തുന്നത് ഞാൻ പറയാം. കണ്ടൻസർ വഴി എക്കണോമൈസർ എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ഉണ്ട്, അതിൽ വെള്ളം വന്നു. അപ്പോൾ ഈ ബോയിലർക്കുള്ള എത്ര ഇൻപുട്ട് ഉണ്ട്? 1, 2, 3. എന്തൊക്കെയാണ്? ആദ്യം കോള് വരുന്നു, പിന്നെ എയർ വേണം ഇഗ്നീഷ്യന്, പിന്നെ എന്ത് വേണം? ഇഗ്നേറ്റ് ചെയ്യുമ്പോഴത്തേന് നമ്മൾ
ഹീറ്റ് ഉണ്ടായി കഴിയുമ്പോഴത്തേന് സ്റ്റീം പുറത്ത് വരണമെങ്കിൽ യു നീഡ് വാട്ടർ. അപ്പം ഈ 3 ആരോവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നോക്ക്, നമുക്ക് സ്റ്റീം ഉണ്ടായി എന്ന് വിചാരിക്കാം. അപ്പോൾ സ്റ്റീം ഉണ്ടായി, എങ്ങനെയാണ് സ്റ്റീം ഉണ്ടാണ്? കോള് നല്ല ബേൺ ചെയ്യും ഇൻ ദ കമ്പഷൻ ചേംബർ. ഈ ഫർണസിന്റെ ഒരു ഫർണസ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ കമ്പഷൻ ചേംബറിൽ നമ്മൾ കോള് ബേൺ ചെയ്തിട്ട് പ്രൊഡ്യൂസേഴ്സ് നല്ല ചൂടുള്ള ഗ്യാസ്. ആ ഗ്യാസിന്റെ പേരാണ് ഫ്ലൂ ഗ്യാസ്, FLUE. ഫ്ലൂ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ദിസ് ഗ്യാസസ് ആർ യൂഷ്വലി അറ്റ് എ വെരി ഹൈ ടെമ്പറേച്ചർ. അതെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ വന്ന വെള്ളമുണ്ടല്ലോ, വെള്ളത്തിന് എന്താക്കുന്ന വെച്ചാൽ ഇറ്റ് കൺവേർട്സ് ദാറ്റ് വാട്ടർ ഇൻ ടു സ്റ്റീം. അപ്പം ഫീഡ് പൈപ്പ് കൂടെ വന്ന് നമുക്ക് വാട്ടർ എന്താക്കും, സ്റ്റീം ആക്കും, ബോയിൽ ടു സ്റ്റീം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന സ്റ്റീം നമ്മൾ ഈ സൂപ്പർ സ്റ്റീം വന്ന സാധനം നമുക്ക് 2 രീതിയിൽ നോക്കണം. നമ്മൾ ടർബൈനിൽ എത്തണം. ടർബൈനിൽ എത്തുന്നതിന്റെ കൂടെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബോയിലറിന് അപ്പോൾ 2 സാധനമാണ് ഔട്ട്പുട്ടായി വരുന്നത്. കണ്ടോ, 2 ആരോ വന്നിട്ടുണ്ട്. 1 ഈസ് കോൾഡ് ആസ് ദ സ്റ്റീം ആൻഡ് ദ അതർ 1 ഈസ് കോൾഡ് ആസ് ദ ഫ്ലൂ ഗ്യാസ്. ചൂടുള്ള എയർ പിന്നെയും ബാക്കിയാണ്. കാര്യം ഇതിനെ വെള്ളത്തിന് വാട്ടർ വേപ്പർ ആക്കിയ സ്റ്റീം ആക്കിയ ശേഷം പിന്നെ യു ഹാവ് ദ ഹോട്ട് ഫ്ലൂ ഗ്യാസ്. അപ്പം അത് പിന്നെ നമ്മൾ ഈ സൂപ്പർ ഹീറ്റർ എന്ന് പറഞ്ഞ ബ്ലോക്കിലോട്ടാണ് ഈ സ്റ്റീമും വെറ്റ് സ്റ്റീമും അതുപോലെ തന്നെ ഹോട്ട് ഫ്ലൂ ഗ്യാസും വരുന്നത്. അവിടെ ഈ ഫ്ലൂ ഗ്യാസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ വെറ്റ് സ്റ്റീമിനെ ഒന്നും കൂടി ഡ്രൈ ആക്കും. എന്തിനാ വെച്ചാൽ അതിന് ഹൈ എഫിഷ്യൻസി ആയിരിക്കും ഡ്രൈഡ് സ്റ്റീമിന്. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷറുള്ള സ്റ്റീമാണ് നമ്മൾ സൂപ്പർ ഹീറ്ററിന്റെ ഔട്ട്പുട്ട് ആയിട്ടുണ്ടാവുക. അത് പോയിട്ട് ടർബൈനിൽ ഇടിക്കും. ടർബൈനിൽ ഇടിച്ചു കഴിയുമ്പോഴത്തിന് എന്താവുന്ന വെച്ചാൽ ടർബൈന് ഹൈ എഫിഷ്യൻസിയിലാണ് ടർബൈൻ വർക്ക് ചെയ്യുക. ടർബൈൻ വർക്ക് ചെയ്യുമ്പോൾ റൊട്ടേറ്റ് ചെയ്യും. അതിന്റെ ബ്ലേഡ്സിൽ ഈ ഹൈ എഫിഷ്യൻസി ഉള്ള സ്റ്റീം ഡ്രൈ സ്റ്റീം ഇടിക്കുന്നു, അത് റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നാച്ചുറലി നമ്മളെ എന്താണ് ഓൾട്ടർനേറ്റർ റൊട്ടേറ്റ് ചെയ്ത് ഇലക്ട്രിസിറ്റി ജനറേറ്റ്. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇത്രയും ആ സ്റ്റീമിന്റെ ലൈൻ ഓഫ് ആക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് ബാക്കി ആരാണ്ടാവുക? ഈ ഫ്ലൂ ഗ്യാസ് സൂപ്പർ ഹീറ്ററിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് ചൂട് ബാക്കി ഉണ്ടാവും. അത് വെറുതെ വേസ്റ്റ് ആക്കി കളയണ്ട. ദെൻ ഇറ്റ് ഗോസ് ടു ദ എക്കണോമൈസർ. എക്കണോമൈസർ ഏത് ലിങ്കാ നോക്കിയേ? നമുക്കിവിടെ കണ്ടൻസർ ഉണ്ട്. ഈ കണ്ടൻസറിൽ നമുക്കറിയാം ടർബൈനിൽ നമ്മൾ ഇത് കറക്കി കഴിയുമ്പോഴത്തേന് ഇതെന്താവെന്ന് വെച്ചാൽ ഈ സ്റ്റീം ഉണ്ടല്ലോ അത് ഒന്ന് ഇത് കഴിയുമ്പോഴത്തേന് ആ ഈ ടർബൈനിൽ കറക്കുമ്പോഴത്തേന് ഇത് കണ്ടൻസ് ചെയ്യും. കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ചും കൂടി കണ്ടൻസറിലോട്ട് എത്തുമ്പോഴത്തേന് ഈ സ്റ്റീം ഉണ്ടല്ലോ, വാട്ടർ കണ്ടന്റ് ഉണ്ടാവും സ്റ്റീമിൽ. അപ്പോൾ പിന്നെ ആ കണ്ടൻസ് ചെയ്യുമ്പോഴത്തേന് കണ്ടൻസറിലോട്ട് എത്തുമ്പോൾ പിന്നെയും അത് കൂളായി കഴിയുമ്പോഴത്തേന് അത് വെള്ളമായി മാറുകയും ആ വെള്ളത്തിന് നമ്മൾ കളയുന്നില്ല, അത് നമ്മൾ കൂളിംഗ് ടവറിലായിട്ട് പിന്നെയും കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യാണ്. ഈ വാട്ടറാണ് പിന്നെ നമ്മൾ തിരിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ കൂളിംഗ് ടവറിൽ ഇപ്പോൾ വെള്ളമുണ്ട്. എവിടുന്നാ വെള്ളം വന്നത്? ടർബൈനിൽ ഇടിച്ച സ്റ്റീം കണ്ടൻസർ വഴി കണ്ടൻസ് ചെയ്തിട്ട് ആ വെള്ളം കൂളിംഗ് ടവറിൽ ഒന്നും കൂടി കൂൾ ചെയ്തിട്ട് കൂളിംഗ് ടവറിൽ സ്റ്റോർ ചെയ്യാണ്. ആ വെള്ളമാണ് നമ്മൾ തിരിച്ചെടുക്കുന്നത് എങ്ങോട്ട്? ബോയിലർക്ക്. അപ്പോൾ കണ്ടൻസർ വഴി വന്നിട്ട് അപ്പോൾ അത് തണുത്ത വെള്ളമായിരിക്കും അല്ലെ. ബോയിലർക്ക് തണുത്ത വെള്ളം വരുമ്പോൾ അതിന്റെ എഫിഷ്യൻസി കുറക്കും. അതിനെ നമ്മൾ എക്കണോമൈസർ വഴി വരുത്തുകയാണ്. എക്കണോമൈസറിന് ചൂട് എങ്ങനെ കിട്ടുന്നത്? ഈ ഫ്ലൂ ഗ്യാസ് ഉണ്ടല്ലോ, സൂപ്പർ ഹീറ്റർ പോയിട്ട് ആ ചൂട് അവിടെ കൊടുത്തു, ബാക്കി കുറച്ച് പിന്നെയും ചൂട് ബാക്കി ഉണ്ടാവും. ഇത് എക്കണോമൈസറിലോട്ട് വരുമ്പോൾ ഈ തണുത്ത വെള്ളം കൂളിംഗ് ടവറിൽ വന്ന തണുത്ത വെള്ളം എന്താവും? ബോയിലിംഗ് ടെമ്പറേച്ചറിൽ എത്തും. ആ ബോയിലിംഗ് ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ഇവിടെ വന്നപ്പോൾ ഇതിന്റെ ബോയിലറിന്റെ എഫിഷ്യൻസി കൂടും. ഓക്കെ, പിന്നെയും ഫ്ലൂ ഗ്യാസിന് ചൂട് ബാക്കി ഉണ്ടാവും. അപ്പോൾ ആ ചൂട് വെറുതെ കളയാതെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സൂപ്പർ ഹീറ്റർ എന്ന് പറഞ്ഞ ബ്ലോക്കിലോട്ട് കൊടുക്കും. ഈ സൂപ്പർ ഹീറ്റർ എയർ പ്രീ ഹീറ്റർ എന്ന് പറഞ്ഞ ബ്ലോക്കിലോട്ട് കൊടുക്കും. എയർ പ്രീ ഹീറ്റർ എന്താ ചെയ്യുന്നത്? എയർ സക്ക് ചെയ്യണം പുറത്തുനിന്ന്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിലുള്ള എയർ സക്ക് ചെയ്യുമ്പോൾ അതിന് ചൂട് കുറവാണ്. ഈ ബോയിലർക്ക് വരുന്ന സാധനം എല്ലാം ചൂട് വേണം. അപ്പോൾ എയർ പ്രീ ഹീറ്ററിൽ ബാക്കിയുള്ള ഫ്ലൂ ഗ്യാസ് ചൂടുണ്ടാവും. ആ ചൂട് വെച്ചിട്ട് നമ്മൾ എയർ പ്രീ ഹീറ്റ് ചെയ്തു. ആ പ്രീ ഹീറ്റഡ് എയർ ആയിരുന്നു ബോയിലർക്ക് വന്നത്. ഇനിയിപ്പോൾ ഫ്ലൂ ഗ്യാസിന് കാര്യമായിട്ട് ചൂടൊന്നും ഉണ്ടാവില്ല, അത് ചിമ്മിനി വഴി പുറത്തേക്ക് വിട്ടു. ഓക്കെ, അപ്പം നമുക്ക് എന്തായി? ഇത്രയും കാര്യം നടക്കും. പിന്നെ അവസാനം ബാക്കി ഉണ്ടാവും എന്താ? ഈ കോളൊക്കെ കൂടി ബേൺ ചെയ്ത് കഴിയുമ്പോൾ ആഷ് ഉണ്ടാവും. അത് നമുക്ക് ആഷ് സ്റ്റോറേജിൽ പോകണം. അപ്പോൾ ആഷ് ഹാൻഡ്ലിംഗ് പ്ലാന്റ് വഴി ആഷ് സ്റ്റോറേജിലെത്തും. ഇത്രയാണ് നമ്മളുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഒന്നുകൂടി പറയാം, ഒറ്റയടിക്ക് പറയാം. കോൾ സ്റ്റോറേജിൽ നിന്ന് കോൾ ഹാൻഡ്ലിംഗ് വഴി പൾവറൈസ്ഡ് ക്രഷ്ഡ് കോൾ ഇവിടെ എത്തുന്നു, പിന്നെ ബോയിലറിൽ എത്തുന്നു. ഇനി ഫർണസിന് ഇത് ചൂടാവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം? വി നീഡ് ദ റിക്വയർമെന്റ് ഓഫ് ഹോട്ട് എയർ ആൻഡ്
ഹോട്ട് വാട്ടർ. അപ്പോൾ ഹോട്ട് വാട്ടർ ഈ കോള് ബേൺ ചെയ്ത് ആ ടെമ്പറേച്ചർ വെച്ചിട്ട് ഈ ഹോട്ട് വാട്ടർ പിന്നെ ഹൈ സ്റ്റീം വെറ്റ് സ്റ്റീം ഉണ്ടാവും ഹൈ പ്രഷറിൽ. ആ വെറ്റ് സ്റ്റീമിനെ ഒന്നും കൂടി ചൂടാക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ഫ്ലൂ ഗ്യാസ് ഇങ്ങനെ സൂപ്പർ ഹീറ്ററിലേക്ക് എത്തും. അപ്പോൾ വെറ്റ് സ്റ്റീം ഹൈ എഫിഷ്യൻസിയുള്ള ഡ്രൈ സ്റ്റീമാവും. അത് ടർബൈനിലോട്ട് പോയി ഇടിച്ചിട്ട് ബ്ലേഡ്സിൽ ഇടിച്ചിട്ട് ഓൾട്ടർനേറ്റർ കറങ്ങി ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നു. പിന്നെ ബാക്കിയുള്ള സ്റ്റീം എന്താവുമെന്ന് വെച്ചാൽ അത് കണ്ടൻസ് ചെയ്ത് തണുപ്പിച്ച് വെള്ളമായി കൂളിംഗ് ടവറിൽ സ്റ്റോർ ചെയ്യും. ആ വെള്ളമാണ് രണ്ടാമത് നമ്മൾ എക്കണോമൈസർ വഴി ചൂടാക്കിയിട്ട് ബോയിലറിലോട്ട് വരുന്നത്. അതുപോലെ ഇതിലേക്ക് വരുന്ന രണ്ട് സാധനം ചൂടുള്ളതാണ്. ചൂടുള്ള വെള്ളം, ചൂടുള്ള എയർ. ആ ചൂട് എവിടെ നിന്നാണ് കിട്ടുന്നത്? സൂപ്പർ ഹീറ്ററിൽ വന്ന ഫ്ലൂ ഗ്യാസിന് പിന്നെയും ചൂടുണ്ടാവും. എക്കണോമൈസറിൽ പോയിട്ട് വെള്ളം ചൂടാക്കുന്നു. പിന്നെയുള്ള ചൂട് ബാക്കി ഉണ്ടാവും. അത് എയറിനെ, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറുള്ള എയറിനെ റീഹീറ്റ് ചെയ്തിട്ട് ഹീറ്റഡ് ആക്കുന്നു. ബാക്കി ചിമ്മിനി കൂടെ പോകുന്നു. പിന്നെ ആഷ് ഉണ്ടാവുന്നു. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇത് വായിച്ചാൽ ഓരോന്നും വായിച്ചാൽ മനസ്സിലാവും. അത് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓരോന്നായിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എക്കണോമൈസർ എന്താ, എയർ പ്രീ ഹീറ്റർ എന്താ, ടർബൈൻ ജനറേറ്റർ, ആഷ് ഹാൻഡ്ലിംഗ്, കണ്ടൻസർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജും വായിക്കാം. എന്താ അഡ്വാൻറ്റേജ്? ഫ്യൂവൽ ചീപ്പാണ്. നമുക്ക് ന്യൂക്ലിയർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ചീപ്പാണ്. ഇനീഷ്യൽ കോസ്റ്റ് കുറവാണ്. കാര്യം വലിയ സെറ്റപ്പിൽ നമുക്ക് ഡാം ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ചെറിയ സ്പേസ് മതി. ജനറേറ്റിംഗ് കോസ്റ്റ് ലെസ് ആണ്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്താ? അറ്റ്മോസ്ഫിയർ പൊല്യൂഷൻ ഉണ്ടാക്കും. നമ്മൾ കത്തിക്കുകയാണ്. അപ്പോൾ പൊല്യൂഷൻ, കോളിൻ്റെ ഇത് കാരണം, ബേണിംഗ് കാരണം ഹൈ പൊല്യൂഷൻ ഉണ്ടാവും. പിന്നെ കോൾ മേ ഹാവ് ലോങ് ഡിസ്റ്റൻസിന് ട്രാൻസ്പോർട്ട് ചെയ്യണം, മൈൻസ് എന്നൊക്കെ കൊണ്ടുവരണം. പിന്നെ അതിന് സ്റ്റാർട്ടപ്പ് ടൈം കൂടുതലാണ്. അത് വളരെ വലിയൊരു ഡിസഡ്വാൻറ്റേജാണ്. സ്റ്റാർട്ടപ്പ് ടൈം കൂടുതലെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്കൊരു ഡിമാൻഡ് വന്നു, സപ്ലൈ. അപ്പോൾ ഉടനെ നമുക്ക് ഇതിന് നമുക്ക് ജനറേഷൻ നടത്താൻ പറ്റില്ല. കാര്യം കോള് വന്ന് അത് ചൂടായി അല്ലേ, ബ്രോയിലർ ചൂടായി ഒക്കെ, ഹോട്ട് എയർ വേണം, ഹോട്ട് വാട്ടർ വേണം, പിന്നെ കോള് ബേൺ ചെയ്യണം, എന്നിട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ ഇതിന് സ്റ്റാർട്ടപ്പ് ടൈം കൂടുതൽ. നമ്മൾ തെർമൽ പോലെയൊന്നും വെള്ളം തുറന്ന് വിട്ടിട്ട് അങ്ങനെ ടർബൈൻ കറക്കിയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടപ്പ് ടൈം വളരെ കൂടുതലാണെന്നാണ് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്. പിന്നെ ഇതിൻ്റെ ആഷ് ഹാൻഡ്ലിങ്, ആഷിനൊക്കെ ഡിസ്പോസ് ചെയ്യണം. പിന്നെ റണ്ണിങ് കോസ്റ്റ് ആസ് എ ഹോൾ കുറവാണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, ഇനീഷ്യൽ കോസ്റ്റ് കുറവാണ്. റണ്ണിങ് കോസ്റ്റ് കൂടുതലാണ്. റണ്ണിങ് കോസ്റ്റ് കൂടുതലാവാൻ കാരണം എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അത്ര ഈസി ആയിട്ട് നമുക്ക് കോള് കിട്ടില്ല. അതായത് ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വെള്ളം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു റിന്യൂവബിൾ ഫോം തന്നെയാണ്. പക്ഷെ അതുപോലെയല്ല ഇത്. അപ്പോൾ സ്റ്റീം ടർബൈൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് കുറവാണ്, പക്ഷെ അതിൻ്റെ റണ്ണിങ് കോസ്റ്റ് കൂടുതലാണ്. മറ്റേത് എടുത്തു കഴിഞ്ഞാൽ എന്താ? ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലാണ്, റണ്ണിങ് കോസ്റ്റ് കുറവാണ്. ഇത് ഹൈഡ്രോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. അടുത്ത നമുക്ക് ന്യൂക്ലിയർ ആണ്. അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.